Hi everyone, and the channel in Lake Swagatam. Guys, Swagatam all of you, and today I will be reacting to two episodes of Insomnia Night, so it's gonna be a long ass reaction. Episode 4 and the finale episode. So I will be finishing off Insomnia Nights today, and after that, I want to start Rock Paper Scissors, the second season, because in the first season there are no subtitles. So I know the gist, like I know the summary of the story, but of course there would be some gaps maybe, so you guys will have to help me out. But yes, for today, episode 4 and episode 5, I want to see how this finale pans out. Of course, both the episodes won't be related to each other, but yes, this is one big Maha episode. I'm guessing it'll be over 1 hour long. Let's see. I'll try and minimize the pauses and watch it at one go, and then at the end I will give my thoughts. But if I have something to say, I'll definitely pause. So yes, let's not delay this anymore. Let's check out episode 4 and episode 5. Let's see where Surjeet ends up now. The brightness. Okay, let us begin. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിരി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാടയാൽ തിങ്കളെ കണ്ണാടിയിൽ മുത്തമായി മുത്തം വയ്ക്കും നക്ഷത്രമല്ലേ ഏപ്രിൽ മല്ലിപ്പൂവേ നിൻ കണ്ണിൽ മിന്നി കൈന ഇല്ല സുർജോനെ അടിക്കല്ലേ നീ മതിയടാ, എനിക്ക് എൻ്റെ കോട്ട കഴിഞ്ഞു. സാധനം തീരുന്ന് മേടിച്ചിട്ടാണോ? അതില്ലേ വേറെ സാധനം വരും. മതിയടാ, റേറ് സാധനമാണ്, ലിമിറ്റഡ് എഡിഷൻ. ഫയർ ഫുൾ പവർ 24 അവർ, നോ ഷവർ നോ ടോയ്ലറ്റ്. എനിക്ക് രാവിലെ തൃശ്ശൂർ പോകണം. ചെക്കിങ് മേടിച്ചിട്ടാണ്. ചെക്കിംഗ് ഇവിടെ ഒരു പോലീസുകാരൻ നിന്നെ തൊടൂല. That's why I was thinking, why is not കഴിഞ്ഞ ആഴ്ച drinking? സിഐൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ കമ്പനി. ഞാൻ ഇവരെ വിളിച്ചാണ്, വന്നാ പരിചയപ്പെടാൻ പാടില്ലായിരുന്നാ. ഗണേശ സാറ് ആ ഇവന്റെ പേര് പറഞ്ഞപ്പോ വണ്ടി എടുത്തോണ്ട് പോയി സ്റ്റേഷനിലേക്ക്. ഫൈൻ അടിച്ചിട്ട് ഇറങ്ങണം. അതിന് നീ എന്ത് പേരാണ് പറഞ്ഞത്? ഷിബിൻ എന്നല്ലേ? വെറും ഷിബിന? അല്ലാണ്ട് എടാ ലണ്ടൻ ഷിബിൻ എന്ന് പറയണ്ടേ? London shipping. ചോപ്പോ ദാറ്റ്സ് എ മൈൻ പ്രോബ്ലം. നീ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, അതാ കാര്യം. ആ പറ്റിപ്പോയടാ. ആ അത് പറ. പറയാൻ പറ്റില്ല. എന്താണ്ട് ഇത് തീർത്തല്ല. ഇവന്റെ പഴയ പേര് തന്നെ അല്ലേ? ചൊറിയണം ആണ് അല്ലേ? ചൊറിയട എന്നാ ചൊറി മൂടുപോയി. ചൊറിയാൻ വന്നേക്കണ്. ബീഫ് റെഡി. Why are they not showing that guy? കൊള്ളാടാ. അളിയെ ഇവിടുത്തെ പോലീസുകാരൊക്കെ അങ്ങനെടാ. നിന്റെ കള്ളിന്റെ കാശ് പോയി, അത്ര തന്നെ. എന്താണ് അത്? നമ്മളടുത്ത് നടക്കൂല, പോയി പട്ടി ആയിക്കോളാൻ പറയും. അത് വിട്. എടാ ഇവിടുത്തെ സിസ്റ്റം മൊത്തം അലമ്പാണ്. ഫുൾ ബിസിനസ് അല്ലേ? ഹോസ്പിറ്റല്, എഡ്യൂക്കേഷൻ, പിന്നെ പോലീസുകാരന്മാരായിട്ട് എന്തിനാ കൊടുക്കണേ? എടാ ഇതൊക്കെ UK എന്താണെന്ന് അറിയോ? നമ്മൾ പഠിച്ച് സെറ്റായി മൂലയിലിരിക്കണേന്ന് പറഞ്ഞോ, പോലീസുകാരോട് പറഞ്ഞാൽ മതി, അവർ പൊന്നോല ഉണ്ടാക്കി തരും. എന്നെ എന്തോരം തവണ ഉണ്ടാക്കിയേക്കണേ. മണിയാ സാധനം എന്തെങ്കിലും വരുമോ? നാടൻ മതിയാ? എന്തെങ്കിലും മതി. നാടനാണോ? സ്കോച്ചും വോഡ്ക അടിച്ച് മടുത്ത് പെട്ടെന്ന് കൊണ്ടുപോവാ. നേ നോക്കിയിട്ട് വരാം. ആ സുർജോനെ, എന്തുവാടാ? എന്താ നിന്റെ പ്ലാൻ? എന്താണ് എന്ത് പ്ലാൻ? നിന്റെ ജോബിൻ്റെ കാര്യം എന്തായി? തിരിച്ചു തരാൻ പറ്റുമോ? അതൊന്നും നടപടിയാവത്തില്ലടാ. നീ എൻ്റെ കൂടെ ലണ്ടനിൽ വന്നിണ്ടാ, അവിടെ പ്രാക്ടീസ് ചെയ്യാം അല്ലേ? വേണ്ടടാ. മോളിൽ നിന്ന് എമ്മലന്മാരെ കൊണ്ടല്ലോ ഒളിപ്പിക്കണ. എടാ അത് അതിൻ്റെ മുറയ്ക്ക് നടന്നോട്ടെ, നീ അത് വിട്. അല്ല നിനക്ക് കാശിന് ആവശ്യം വല്ലതും ഉണ്ടാ? സെറ്റാക്കാടാ. എന്ത് അളിയ വേണ്ട. മച്ചാനെ Why is he being so generous, huh? Or is he trying to show off because I live in London and I have connections, and also he's trying to show it off? എനിക്കുണ്ട്. നിനക്ക് 5 പൈസ തരൂല കേട്ടാ. എടാ നിനക്ക് പൈസ വാങ്ങാൻ മടിയാണെങ്കിൽ എൻ്റെ പണി നടക്കണ ബിൽഡിംഗ് ഇല്ലേ, അവിടെ ഒന്ന് കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ എന്തായാലും അടുത്ത ആഴ്ച പറക്കും. ഡാ, പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, നീ കണ്ടായിരുന്നോ? പുത്തമ്പണം.
എൻ്റെ അളിയെ കണ്ടോണ്ടിരിക്കുക അളിയാ, തീരുന്നില്ല മാറണം. Again, neat. Every time I see the alcohol scenes where everybody's gonna have alcohol, neat. എൻ്റെ ടൂളിട്ട് ആർക്കന്മാരണ്ട നീയൊക്കെ. എങ്ങനെ തോന്നണ പണിയെടുക്കാണ്ട് ഒന്ന് കള്ളുടിക്കാൻ? Ooh, something triggered him. കോപ്പേ ഒരുമാതിരി എച്ച് കണക്ക് പറയരുത്. He got ഞങ്ങൾ എന്നാണ് triggered. അതിന്റെ ഓചാരത്തിനൊന്നും അടിച്ചത്? സുർജോനെ, നിന്റെ ഉള്ളിൽ കിടക്കണ കള്ളില്ലേ, അത് ഈ പുത്തമ്മണക്കാരൻ ലണ്ടൻ ഷിപ്പിന്റെ വേർപ്പാണ്. സെറ്റ്. Oh, they're gonna have a fight. എന്നാ എന്നാടാ ബാധ വെച്ചേരാ കോരി കുടിക്കും സെറ്റ്. കോപ്പേ Oh, they didn't fight. I thought they would എന്താണ്ട് fight. നീ കാണിക്കണത്? മണിയോ കുപ്പി. Kuppi. Bottle means kuppi. Oh, he എന്തു came വാടേ out. ഇത്? എന്തുവാട് നീ കേട്ടില്ലേ? കള്ളടിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞ വിടത്. നീ കേട്ടില്ലല്ലോ. കേട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ കള്ളെടുക്കാൻ പോണു, നീ വരണ. ബാബാ I feel that London Shippy guy will get him into trouble. I don't know why I have this feeling. Night is still young. Yes. Let's see. എന്തൊരു ചൊറിച്ചിലാടാ അവന്. നീയൊക്കെ എങ്ങനെ അവനെ സഹിക്കുന്നു? കൊച്ചിലെ കാണണല്ലടാ. അവൻ പിന്നെ UK പോയി കുറച്ച് കാശുണ്ടാക്കി. അവ യുക്കിലൊന്നും പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചൊക്കെ നമ്മൾ സഹിക്കണം. അവനെ വിശ്വസിക്കുന്ന പോലെ അങ്ങ് കാണിച്ചാൽ മതി. മണിയാ നീ മഹാ നടനാടാ. അല്ല, എന്താ സുനിതയുടെ അവസ്ഥ? എന്താ അവസ്ഥ എനിക്കറിയില്ല. വിളിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ വിളിക്കടാ. Sunita stand? നമുക്കൊന്ന് വിളിച്ചാലോ? എൻ്റെ പൊന്ന് മണിയാ നീ അത് വിട്. എടാ, ഞാൻ വെറുതെ എനിക്ക് ആരുടെയും ചോദിച്ച- ചോദ്യം ഫേസ് ചെയ്യാൻ വയ്യ. എടാ പോണം. എടാ നിക്കടാ. I know Sunita is the girl, like, in the second episode when he was calling that person Sunita, but I don't know what Sunita's like, stand or home. Let me know. ടാടാ, ഇതാണ് സ്ഥലം. അറിയാത്ത ആരെങ്കിലും വന്നാൽ സാധനം കിട്ടത്തില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് സാധനം ഒപ്പിച്ചിട്ട് വരാം. ചെല്ല്. Horror music. Oh, police. Gone. Hey, why is he stopping? എന്താ ഇവിടെ പബ്ലിക്കായിട്ട് നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? ഒരു മിനിറ്റ്. ഇങ്ങടുത്ത് വന്നേ. നീ എന്താ കിടന്ന് പിടയ്ക്കുന്നത്? നീ കള്ളുപിടിച്ചിട്ടുണ്ടോ? 2 അടിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് പൊന്നുപോലെ വീട്ടിലാക്കി തരണം. Oh, he's doing the same thing what Shibi told him that in London, if you are drunk, then police drops you. ആക്കി തരാം. എവിടെയാണ് നിൻ്റെ വീട്? ഇവിടെ അടുത്ത സ്ഥലം വീട്. ഒരു നീല പെയിൻ്റ് അടിച്ച വീടാണ്. സാറേ ഇത് കള്ളൊന്നുമല്ല, വേറെന്തോ കുത്തി കയറ്റിയേക്കുക. എടാ നിൻ്റെ പേരെന്താടാ? സുർജിത്ത് എന്നാ സാറേ. നിൻ്റെ വീട് എവിടെയാ? അവർ നീല പെയിൻ്റ് അടിച്ച കാണുന്നില്ല. ആ നിൻ്റെ പോക്കറ്റിൽ നിന്ന് ID കാർഡ് ഇങ്ങെടുത്തേ. പേഴ്സിലാണ്. വീട്ടിൽ പോയി എടുത്തു തരാം. എടോ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ID കാർഡ് ഇങ്ങെടുത്തേ. അവിടെ മാറില്ല. Why did he stop the police? നേരല്ലേ
കൈ നോക്കിക്കേ. ഇതെന്നടാ? മൈഗ്രീനുള്ള ഗുളിയാ സാറേ. മൈഗ്രൈൻ്റെ അല്ലേ? ആ, ഞാൻ പറഞ്ഞില്ല സാറേ, ഇത് വേറെന്തോ സാധനം. നോക്കി. നീ അവനെ പിടിച്ച് വണ്ടി കയറ്റിക്കേ. ഒരു വണ്ടിയെ കയറാം. കേറുമല്ലേ? ഇവനെ പിടിച്ച് അകത്ത് കയറ്റിക്കേ. എന്തോ സാറേ. Okay. ഞാൻ കേറാം. Why did he stop the van? He only എന്നാ പിന്നെ made നേരെ the വിട്ടോ van സാറേ. stop. വീണ്ടും ബീത്തിട്ട് നിർത്തിയാൽ മതി. What are you thinking, Surjit? What is your brain thinking? സാറേ 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 ഒരാളെ കിട്ടിയില്ല സാറേ, എന്നെ ഇവിടെ ആവില്ല സാറേ. എടാ മിണ്ടാറാ. ആ, എടാ ബാലു, ബാലു, നീ ഇന്നാടാ ഇറങ്ങി? നിനക്കൊന്നും അറിയാവോടാ? എൻ്റെ പൊന്നു സാറേ എനിക്കറിയാൻ പാടില്ല. പിന്നെ എൻ്റെ പേര് ബാലു എന്നല്ല. ഇതൊന്നും ഉണയടാ. My God! ബോംബ് ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബോംബ് ബിസിനസ്സാ സാറേ? ഞാനെന്നൊക്കെ പറയാനട്ടാ, എനിക്കറിയാൻ പാടില്ലട്ടാ. ഒന്നും മിണ്ടായിരിക്കടാ, അടിച്ച് ചെകിടാൻ പൊളിക്കും. എടാ ബാലു, നിനക്കെന്നാടാ പറ്റിയേ? എൻ്റെ പൊന്നിയേട്ട എൻ്റെ പേര് ബാലു എന്നല്ല. അതെന്തോന്നായിക്കട്ടെ, നീ എന്നെ പറ്റിയേ? ഒരു ദുരൂഹ സാഹചര്യത്തിൽ പിടിച്ചാണ്. പോവാ. എൻ്റെ കൈ കാണിച്ചു. കഷ്ടകാലമാണ്. ഒന്ന് പോയേട്ടാ, എന്നെ പിടിച്ച് വണ്ടി കയറിട്ട് പോയി മനസ്സിലായി എനിക്ക് കഷ്ടകാലമാണ്. മനസ്സിലായല്ലേ? സാറേ വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, നിർത്ത്, നിർത്ത്. നിർത്ത്. ഒരു മിനിറ്റ്, വഴി തെറ്റി കേട്ടോ. ഒരടയാളം പറയാനാണെങ്കിൽ ഒരു പച്ച പാലമാണ്. ആ പാലത്തിൻ്റെ മണ്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ 2-3 പോത്തുകളെ കുളിപ്പിക്കുന്നു. പക്ഷെ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? എടാ, നീ പോലീസിനെ കളിപ്പിക്കണോ? മിണ്ടാതിരുന്നോ സാറ് കുലിയോ? എടാ, താൻ ആ തൃക്കാക്കര ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഡോക്ടർ ഉണ്ടോ നോക്കിയാ? സാറേ അവിടെയൊക്കെ ഡോക്ടർ ഉണ്ടാവില്ല. 10-15 കിലോമീറ്റർ പോയാൽ ആസ്റ്റർ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കും. ഹലോ, തൃക്കാക്കര ജനറൽ ഹോസ്പിറ്റൽ അല്ലേ? ആ, ഇത് ഇവിടുത്തെ എസ് ഐ പറഞ്ഞിട്ട് വിളിക്കുക. ഡോക്ടർ ഉണ്ടാവോ? ആ, സാറ് സംസാരിക്കും. എനിക്ക് ഡോക്ടർമാരെ പൂച്ച അത്ര ഇരിക്കില്ല. ആ മാഡം, ഇൻഫോ പാർക്ക് ഇൻസ്പെക്ടറാണ് മാഡം. ഒരു GGT ആണ്. ഡോക്ടർ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യേണ്ടി വിളിച്ചു. ഇല്ല മാഡം, ഞാനും കൂടെ വരുന്നുണ്ട് മാഡം. ഓക്കെ മാഡം. വണ്ടി ഇടോ. സാറേ Is he going to make the police drop him at Thrissur? Please don't tell me, because he said in the beginning of the episode that I have to go to Thrissur. Dude, if he does that, nah. 85 എഴുതിയ സാർ പെടും. കാരണം എനിക്ക് ഡ്രൈവിംഗ് പറഞ്ഞുകൂടാ, ലൈസൻസ് ഇല്ല. 118A വെച്ചു. അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ എന്താ എഴുതാൻ പോകുന്നത് നിനക്ക് കാണിച്ചു തരാം. ഇത് ഡിപ്രഷൻ കുറയ്ക്കാനുള്ള മരുന്നാന്ന് അറിയാലോ അല്ലേ? ഓവർ തിങ്കിങ് കട്ട് ചെയ്യാനുള്ളതെന്നറിയാം. He's സ്ഥിരോപയോഗമൊന്നുമില്ല. going through depression. ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോകുന്നു മേടിച്ച് സേഫ്റ്റിക്ക് എടുത്ത് വെക്കുന്നത്. എത്ര നാളെ കഴിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് നാളേ ആയുള്ളൂ. ഇപ്പം കുറച്ചുകൊണ്ട് വരുക. അത് നല്ല കാര്യമാണ്. ഞാനെന്തോ മയക്കുമരുന്ന് മാഫിയാന്ന് അവർ വിചാരിച്ചേക്കും. ഒന്ന് പറഞ്ഞേക്കണേ. താൻ വാ. ബ്ലഡിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്, വേറെ ഒന്നുമില്ല. പക്ഷേ ഇയാള് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഒന്നും അല്ലല്ലോ. ഡ്രങ്കൻ വാക്കായിരുന്നു. നിന്റെ അടുത്ത് ചോദിച്ചില്ല, നീ വണ്ടിയുടെ അടുത്ത് ചോദിക്കടാ. പോട്ടെ മാഡം. മാഡം, എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി തരാൻ പറ്റുമോ? അവൻ ഭയങ്കര ചൊറിച്ചിലാണ്. എന്തെഴുതി തരാനാ? എന്തെങ്കിലും. നിങ്ങൾ പറയണ പോലെ എഴുതാനാണോ ഞാൻ ഇവിടെ ഇരിക്കണേ? എടോ, അയാൾ ഈ മെഡിസിൻ കഴിക്കണ പേഷ്യൻ്റ് ആണ്. അത്രയും കൺസിഡറേഷൻ കൊടുക്കൂ. എന്താ മാഡം? എന്തെങ്കിലും എഴുതി ചേർക്കാനാണോ ഈ പറയണേ? അല്ല മാഡം, ഞങ്ങൾ അയാളെ ഉപദ്രവിക്കണം എന്ന് ഉദ്ദേശിച്ചൂടെ കൊണ്ടുവന്നല്ല. അയാളെ കണ്ട തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. പിന്നെ അയാൾ നമ്മൾ ചോദിച്ചതിനൊന്നും വ്യക്തമായൊരു മറുപടിയും തന്നിട്ടില്ല. അതുകൊണ്ടാണ്. അത് അയാളുടെ അസുഖത്തിൻ്റെ ആണ്. ഞാൻ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അയാൾ മെഡിക്കേഷനിലാണെന്ന്. ഓക്കെ, ഇത് ഭയങ്കര അൺഎത്തിക്കലാണ്. ഇറ്റ്സ് വെരി അൺഎത്തിക്കൽ. അയാളുടെ മെഡിസിൻ ഈ കാര്യത്തിൽ എൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാനത് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ്സ് യുവർ സോൾ റെസ്പോൺസിബിലിറ്റി അയാളെ സേഫായിട്ട് വീട്ടിലെത്തിക്കണം. ഓക്കെ മാഡം.
And he'll say my home is in Thrissur, huh? Don't tell me. Oh no. സാറേ ഒരു വകുപ്പില്ല സാറേ ഈ നാറീനെയൊക്കെ 2 ദിവസം പിടിച്ചാൽ അത്ര. എടോ താൻ ആ പെണ്ണുപിള്ള പറഞ്ഞത് കേട്ടല്ലേ, അവന് പ്രാന്താണ്. അവൻ കഴിക്കണം അതിൻ്റെ ഗുളിക. വല്ലതും പറ്റിയാൽ നമ്മുടെ പണി മാത്രമല്ല പോവുക. എടാ മതി ചിത്രം വരച്ച വന്ന് വണ്ടിയെ കയറാൻ നോക്ക്. ഒരു ചന്ദ്രക്കല കൂടിയുള്ളൂ സാറേ ബാക്കി. ചന്ദ്രക്കൊല. സാറേ പോവാം. എങ്ങോട്ട്? എന്നാ പിന്നെ വയനാട്ടിലേക്ക് വിട്ടാലോ? ഒരെണ്ണം വെച്ചെന്നുണ്ടല്ലോ. എന്നാൽ സാറ് പറ അങ്ങോട്ട് പോകണം. എൻ്റെ ചെങ്ങായി ഏകദേശം നിൻ്റെ വീട് എവിടെയാണെന്നെങ്കിലും പറ. സാറിനെ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞല്ലേ വണ്ടി കയറ്റി. ഒരു സാധനം കിടന്ന് ഇങ്ങനെ ഓടുകയാണ്. ഇതൊന്നും തീർന്നോട്ടെ സാറേ. Dude, he's such a sly. സാറേ എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യ് സാറേ. ഒന്നും മിണ്ടായിരടാ, എല്ലാം കൂടെ നിന്റെ തലയിലും കെട്ടിവെച്ചു ഞാൻ. സന്തോഷമായല്ലോ സാറേ എന്താടോ? ഒന്നുമില്ല. സാറേ എന്താടോ, ഓർമ്മ വന്നോ? ഒരു ചായ കുടിക്കണം, കൈ വിറയ്ക്കുന്നു. ചായ കുടിച്ചില്ല ഞാൻ കൈന്ന് പോവും. മരുന്നിൻ്റെ കണ്ണിലൊക്കെ ഇങ്ങനെ ഇരുട്ട് കയറും. Surjit is unbelievable, man. സാറേ ചായ മേടിച്ചു കൊടുത്തോട്ടാ. ഫുൾ ഡാർക്കാണ് അയാൾ. മാമ മണ്ണെടുക്കുക സാറേ. ബാലുവിന് ചായ മേടിച്ചു കൊടുക്കും സാറേ. നീ നേരത്തെ പറഞ്ഞ ദുരൂഹ സാഹചര്യം എന്തോരും? ചേട്ടാ ഞാൻ ബൈക്കിൽ വന്നായിരുന്നു. ആ ബൈക്കിലെ പെട്രോൾ തീർന്നു. ആ ഞാൻ നോക്കാൻ നേരത്ത് അവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. നൈസായിട്ട് കുപ്പി എടുത്തിട്ട് പെട്രോൾ കിട്ടുന്നായിരുന്നു. കറക്റ്റ് സമയത്ത് കൃക്കന്മാർ കയറി. അതൊക്കെ പറയണം. അത് കുഴപ്പമില്ല. എന്നിട്ട് അവന്മാർ എന്നെ പൊക്കിട്ടിട്ട് എന്താ പറഞ്ഞതെന്നറിയാവോ? ഒരാളെ കിട്ടിയാൽ എന്നെ അങ്ങോട്ട് വിടാന്നാ പറഞ്ഞാ. ഇതുവരെ വിട്ടിട്ടില്ല. എന്തു എൻ്റെ പണി? ബ്രോക്കറായിരുന്നു. പക്ഷെ ഇപ്പം കച്ചവടമൊന്നുമില്ല. പൈസ ഇല്ലാഞ്ഞിട്ടാണ് പെട്രോൾ വിറ്റത്. നമുക്കൊരു പണി തരട്ടെ. ഇങ്ങനത്തെ പണിയാണോ? നീ ഒരു നമ്പർ നോട്ട് ചെയ്യും. ആ പറ. 9633 9633 40 40 586 58 6 ഇത് ശിവൻ സാറിൻ്റെ നമ്പറാണ്. ആ പുള്ളിയെ വിളിച്ചിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ജയ്മോഹൻ സാറിൻ്റെ PA ആയിരുന്നു. ഭരണം പോയപ്പം പണി പോയി. സാറിൻ്റെ PA ആവാൻ താല്പര്യമുണ്ടെന്ന് പറയണം. അല്ല ഈ രാജ്മോഹൻ സാറാരാ? കഴിഞ്ഞ MLA ഇവിടുത്തെ. നാളെ തന്നെ വിളിക്കാം. നീ കാര്യം പറഞ്ഞാൽ മതി. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഷിബിൻ സാറാരാ? ഷിബിൻ സാർ എന്ന് പറയുന്നത് ലണ്ടനിലെ MLA. ഇപ്പം നാട്ടിലെ ലീവിന് വന്നേക്കും. ലണ്ടനിലൊക്കെ MLA ഉണ്ടായി. Dude, so sly. ആ അത് ശരിയാ. നീ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയാത്ത രീതിയിൽ നീ ഇത് പുള്ളിയോട് പറയണം. നിനക്കിത് അറിയാമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമല്ല. ഓ നീ ഇത് കയറി കിട്ടിക്കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. അതല്ലേ, രക്ഷപ്പെട്ടോ മതിയായിരുന്നു. മാമ ബണ്ണെടുക്കുവാണേ. സാറേ അവനതെ അടുത്ത ബണ്ണം മേടിച്ചേ. നിന്റെ ഐഡിയ അല്ലേ? ഓരോ വള്ളിക്കെട്ടെടുത്ത് തലയിൽ വെച്ചോളൂ. ഇനി അവൻ കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കാശ് കൊടുത്തോ. പയ്യെ മിണുങ്ങ്, തൊണ്ടേ കുരുങ്ങി ചത്തു പോന്നി. എടാ നിനക്ക് വല്ലതും ഓർമ്മ വന്നോ? വെള്ളമുണ്ട്, വെള്ളം. Oh, he's acting so well. എടുക്ക് സാറേ. കൂടി What was beeped? സാറിനെ എടുത്ത സ്ഥലത്ത് കൊണ്ടുവിടും. അങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടും. ഉറപ്പാണോ? വണ്ടി വിട്.
നമുക്ക് ആ ടെമ്പിൾ റോഡ് വഴി കട്ട് ചെയ്താലോ? താമ്പച്ച് ഷോർട്ടാ. അത് വേണ്ട സാറേ, നമുക്ക് ഷോർട്ട് കട്ട് വേണ്ട. എവിടെ എത്തൂല. എൻ്റെ പൊന്നുമോനെ 2 ദിവസമായി ഉറങ്ങിയിട്ട് വീട്ടിൽ പോണ വഴി അബദ്ധത്തിൽ നിന്നെ കണ്ടുപോയത്. ഒന്ന് നിർത്തുമോ? Surjit is literally so slow. സാർ അതല്ല. ആ വണ്ടി It's morning now. Still eating the bun. സാറേ എന്താടോ? പോണ്ടേ? എവിടേക്ക്? സാർ ഇന്നലെ എന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അതിൻ്റെ തൊട്ടടുത്ത ലെഫ്റ്റാ. ഇപ്പോൾ കിട്ടി. ഇന്നലെ പെടുന്നിട്ട് വായിലുണ്ടായിരുന്നു. ഒന്നും പറയണ്ട, പോവാം. പോവാം സാറേ. ചലോ. ഇയാൾ നിങ്ങളുടെ ഫ്രണ്ടാണോ? ഏ ഇവൻ നിങ്ങളുടെ ഫ്രണ്ടാണോ എന്ന്? അതെ. ഇനി ഇവനെ എങ്ങാനും ഒറ്റയ്ക്ക് പുറത്ത് കണ്ട ഇനിയൊക്കെ ഞാൻ പിടിച്ചകത്തിടും. എന്താ സർ പ്രശ്നം? അടോ, I'm guessing he didn't want to drink and he didn't want to deal with that Shibi guy because he didn't like him. So he just decided to spend the night out however he could. I honestly thought he would, trick the police and taking him into Trishur. Okay, that didn't happen. സാറേ But again, ഇടയ്ക്കൊക്കെ ഇറങ്ങും കേട്ടോ. he got a free meal. എന്താടാ ഇത്? എടാ നാടൻ അടിച്ചു തീർത്തോ? എങ്ങനെ അടിക്കാനാടാ? രാത്രി ഇവിടെ നിന്നെ തപ്പി കിടന്ന മനുഷ്യൻ്റെ നീ അത് വിട്, അവനെ എഴുതി. ഡാ ഡാ നീ ഇന്നലെ എന്തോ പറഞ്ഞേ? UK 2 അടിച്ചിട്ട് നിന്നാ പോലീസുകാർ പൊന്നുപോലെ വീട്ടിൽ കൊണ്ടുവിടും അല്ലേ? കേരള പോലീസും വിടുവാടാ വിത്ത് ബണ്ണ്. അണിയാ 2 ഗ്ലാസ് ഓണാക്കടാ. So basically wanted to prove a point. പറഞ്ഞു ഊരില്ലേ സുർജോന്? കുത്തിക്കേട്ടോ പോണവനാണെങ്കിൽ ഊട്ടികളിയാ. That was cute. So basically just wanted to prove a point. Nice. Okay. Got it. Vishnu is just killing it, man. He's literally so good in his acting. Cute episode, but I think third one still remains my favorite. But just to prove a point, I mean, oh my god. So we found out finally because of the doctor's entry that he's actually suffering from depression. I'm guessing Sunita has something to do with it. That's what I'm guessing because her name again popped up. So are we gonna meet her in the finale, or are we gonna just find out who was this person and we're just gonna get a closure at that? We'll see because this is like a half an hour episode, 28 minutes 16 seconds to be precise. So yes, let's look at the finale and then I'll give my final thoughts. But out of the 4, I think the third episode still remains my absolute favorite because it was, I don't know, it was just so hilarious. And the entire interaction between Avrachan and Surjit, I really liked that. I really, really enjoyed that. And here though, I swear, I feel sad for the police, but it's okay. He just wanted to prove a point that it's not just in UK. In Kerala also the police will drop you with ban. Let's be very clear. Yes.
Okay, let's look at the finale now for Insomnia Nights. The final episode. Here we go. കമ്പി വേലി കെട്ടി കൊടുക്കുന്ന പരിപാടിയാണ്. ഇതാണ് നമ്മുടെ വേലി. തൊട്ടപ്പുറത്ത് ഇപ്പം മിത്രങ്ങളാണെങ്കിൽ നാളെ ശത്രുക്കളുടെ സ്ഥലം. വസ്തുതർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ സോൾവ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു കമ്പി വേലി കിട്ടും. അമ്മാവിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ എങ്ങനെയാ ഇരിപ്പോൾ വെച്ചോ, സൂക്ഷിക്കണം കേട്ടോ. ഭർത്താവായിട്ടൊക്കെ എങ്ങനെയാ, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വസ്തുതർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കാപ്പി പിടിച്ചായിരുന്നു. ആ സതീശേ, തൊട്ടടുത്ത് This is the first time I'm seeing him like so well dressed up and all of that. And it's morning. വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചോട്ടോ. ആ നമ്പറിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചാൽ മതി. ചേട്ടാ തിരക്കല്ലെങ്കിലേ ഈ കമ്പി വേലി കെട്ടിക്കൊടുക്കും. 5 വർഷം വരെ ഗ്യാരണ്ടിയാണ്. പ്രശ്നം ആദ്യം തീർക്കും. അതുകൊണ്ടാണ് എന്താ പറയുക, നമുക്ക് വഴക്കുണ്ടാക്കാനുള്ള മൂടുണ്ടാകത്തില്ല. അപ്പം എന്നെ അങ്ങ് വിളിച്ചാൽ മതി. ഇത് നല്ല മൂടാണ്. വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഈ ഷോക്ക് കൊടുക്കാം. എഴുത്തും വായനയൊക്കെ അറിയാമെങ്കിൽ നമുക്കിത് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ വിളിച്ചാൽ ഈ പ്രോപ്പർട്ടി ഒറ്റ വായിച്ചു നോക്കി, ഒന്ന് വായിച്ചു. ഹലോ ഹലോ, സൂർജിത്ത് അല്ലേ? ആ ആ, നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്താണ്. ആ അച്ഛനെ അറിയോ? ഇല്ല, അച്ഛനറിയില്ല. ഞാനേ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണാവശ്യമായിട്ട് വിളിച്ചതാണ്. അവൾക്ക് കല്യാണാലോചന വന്നിട്ടുണ്ട്. ചെറുക്കൻ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് ജോലി. അപ്പോൾ അവനെ കുറിച്ചൊന്ന് അറിയാനാ. ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ഇൻഫോ പാർക്കിൽ ഏത് കമ്പനിയിലാണ്? മോനെ, ഇൻഫോ പാർക്ക് എന്ന കമ്പനിയുടെ പേര്. വലിയ കമ്പനിയാ. ആരോട് ചോദിച്ചാലും അറിയാമെന്നാണ് പറയണത്. ആ അവിടെ ആരായിട്ടാന്നാ പറഞ്ഞേ? ഓ, അത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ കമ്പനിയുടെ ഏറ്റവും അവനെ നോക്കണമെന്നാണ് പറയണത്. ആ അപ്പോൾ ചിലപ്പോൾ ക്രൈറ്റീരിയ സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരിക്കും. ഞാൻ എന്തായാലും അവൻ്റെ നമ്പർ ഫോട്ടോ കൂടെ അയക്കാം. മോനൊന്ന് നോക്ക്. കേട്ടോ. ഈ ഇൻഫോ പാർക്കിൽ A to Z കാര്യങ്ങൾ നോക്കുന്ന ആളല്ലേ പുള്ളി? ആ അത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അശോകൻ. പുനത്തിൽ അശോകൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ആ ഓക്കെ ഏട്ടാ, ഓക്കെ. ആ ഇത് വിളിച്ചു, ആവശ്യം വരും. ആ നളദമയന്തി കഥയിലെ അരയെന്നും പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളേ മലർവിഴിയാളേ. ഹലോ ഹലോ, അരുൺകുമാർ അല്ലേ? ആ അരുൺകുമാറാണ്. ഇൻഫോ പാർക്കിലുള്ള അഭിനന്ദനെ അറിയോ? ആ അറിയാം. അറിയാല്ലേ? അറിയാം. സുമേഷിനെ അറിയോ? സുമേഷിനെ അറിയാം. പ്രവീൺ, സുർജിത്ത് അവരെയൊക്കെ? ആ രണ്ടുപേരെ അറിയാം. ആ ഏയ് ചോട്ടു, ഉധർ ഉണക്കം ചെയ്തോ, കാം കരോ. ആ പറ, നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? നിങ്ങൾ ആരാന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ആ എന്നാൽ നിനക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. നിന്റെ കല്യാണം മുടങ്ങാൻ പോവാ. ഇൻഫോ പാർക്കിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളല്ലേ? ആ നിനക്ക് ഇഷ്ടംപോലെ പെണ്ണ് കിട്ടും. ചേട്ടാ, എനിക്ക് ആളെ മനസ്സിലായില്ല. എനിക്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞ ആരെയും അറിയില്ല. ആ ഇനിയിപ്പോൾ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ആ പെണ്ണിന്റെ അച്ഛൻ. അപ്പം ഞാൻ അയാളെ വിളിച്ച് പറയാൻ പോവാ നീ ഫ്രോഡാന്ന്. ചേട്ടാ കഞ്ഞി ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടനോടെ കൊച്ചിയിലാണോ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എവിടാ നിന്റെ പരിപാടി എന്തോ? ചേട്ടാ, ഞാൻ ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു കോഫി ഷോപ്പ് നടത്താം. കോഫി ഷോപ്പ്? ഏത് കോഫി ഷോപ്പ്? കഞ്ഞിക്കട. കോഫിയും കിട്ടും. ആ ചേട്ടാ ഒന്ന് എടുത്തേക്ക്. എന്നാ ഒരു കാര്യം ചെയ്തോ, നീ ഒരു പേന പേപ്പർ എടുത്തോ. എന്തിനാ ഞാൻ പറയുന്നത് അങ്ങോട്ട് നോട്ട് ചെയ്യും. ആ നോട്ട് ചെയ്യാം ചേട്ടാ. ഒരു മിനിറ്റേ, ഇപ്പം എടുത്തു ചേട്ടാ. 1 ലിറ്റർ ജവാൻ. 1 ലിറ്റർ ജവാൻ. മഞ്ഞ 2 ലേസ്. മഞ്ഞ ലേസ് 2. മീനച്ചാറ്. മീനച്ചാറ് ഏതെങ്കിലും പോരെ? ആ മതി. സോഡ 1 ലിറ്റർ. സോഡ ഏത് ബ്രാൻഡ് ഏട്ടാ? ഓ അതേതായാലും കുഴപ്പമില്ല. ആ ശരി ഏട്ടാ. ആ ഇത്ര ഒരു പാക്കറ്റ് സിസർ ഫിൽട്ടർ. അപ്പോൾ ഇത്രയും മേടിച്ച് വെച്ചിട്ട് നീ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി. ആ അപ്പോൾ 7 മണിക്ക് ഷാർപ്പ്. ശരി ഏട്ടാ, ശരി ഏട്ടാ. ഏയ് ചോട്ടു, കാശ് തന്നില്ല, പക്കടോ. He's so smart. He's really smart. What's gonna happen?
Endgame. Ooh. Okay. Finally meeting the guy. എടാ അപ്പോൾ പാലാരോട്ടം പാലം ഷാർപ്പ് 9 മണി. നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കും. ഇത് ആരുടെ ആവശ്യം? എൻ്റെ അപ്പോൾ നീ വിളിക്കണം. അപ്പോൾ ഞാൻ ആലോചിക്കും എന്ത് ഫോൺ എടുക്കണോ വേണ്ടത്. ഷാർപ്പ്. ഓക്കെ. നിങ്ങൾ ഇവിടുത്തെയാണോ? അതെ, ആരുണ്ടോ അവിടെ? ഞാൻ തന്നെയാ. അപ്പോൾ ഇതാരാ? എൻ്റെ ഫോട്ടോ തന്നെയാ. നീ ഇത് കൊച്ചിലെടുത്ത ഫോട്ടോ? അല്ലേട്ടാ, ഈ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഇതാ ഞാൻ കൊടുക്കാറ്. പിന്നെ ഒരു 5-6 വർഷം പഴക്കമുണ്ട്. താട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. നീ ഒന്ന് അങ്ങോട്ട് നോക്കി. അങ്ങോട്ട്. ആ അപ്പം നീ തന്നെ അല്ലേ? അത് പോട്ടെ. ഇതാണോ എൻ്റെ കഞ്ഞിക്കട? Info Park. ഏട്ടാ, കോഫി ഷോപ്പ്. എന്നാ വാ, അകത്തിരുന്ന് അടിക്കാമല്ലോ. അല്ലേട്ടാ, പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തായതുകൊണ്ടേ അതിന് ഏമാമാർ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യുന്ന, അപ്പം കണ്ട പ്രശ്നമല്ലേ? പോലീസുകാരൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണെന്നാണ് നീ പറയുന്നത്. അതല്ലേട്ടാ, ഒരു 5-6 വട്ടം പൊക്കിപ്പോയതാ. വലിയ ഫൈൻ അടിച്ചിട്ട് ഇറങ്ങി പോകുന്നത്. ഇനി പിടിക്കുകയാണെങ്കിൽ കട പൊട്ടിച്ചളയെന്നാണ് പറയുന്നത്. കള്ള് കച്ചവടം നടത്തിയാലേ. അപ്പോൾ എല്ലാ പരിപാടിയും ഉണ്ട്. ചെറിയൊരു അബ്കാരിയാണ്. അങ്ങനൊന്നുമില്ല ഏട്ടാ. പരിചയക്കാർ വരുമ്പോൾ കൊടുക്കാൻ കുറച്ച് സാധനം എടുത്ത് വയ്ക്കുന്ന, അതവർ തെറ്റിദ്ധരിക്കുന്ന. എൻ്റെ റൂം കൂടെ അടുത്താ. നമുക്ക് ബുദ്ധിമുട്ടല്ല, അങ്ങോട്ട് പോയാലോ? വണ്ടിയുണ്ട്. ബുദ്ധിമുട്ടാണ്. ഞാൻ നിൻ്റെ സൽക്കാരത്തിന് വന്നേന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, അങ്ങനെ ഉദ്ദേശിച്ചല്ല ഏട്ടാ. ഞാൻ പറഞ്ഞ സാധനം എടുത്തിട്ടുണ്ട്. ആ സാധനമുണ്ട്. എടുത്തിട്ടോ വയ്ക്കാൻ പറയാം. ഇതേട്ടാ. ഇരിക്കടോ. വേണ്ടേട്ടാ, അടുത്ത് റോഡല്ലേ. റോഡൊക്കെ എന്നാണ് എന്നാലും വേണ്ടേട്ടാ, നമുക്ക് അകത്തിരിക്കാം. കല്യാണ തട്ടിപ്പ് വരുന്നുണ്ട്. ഫോട്ടോ പത്രത്തിൽ വരുന്നതിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താ? അത് വേണ്ടേട്ടാ. എന്നാൽ പോയി 2 ഗ്ലാസ് എടുത്തിട്ടോ. വരാം. ഡാടാ, നീ എന്തു വിളിച്ചു നേരത്തെ? ചേട്ടാന്നല്ലേ? സാറെന്നൊന്ന് വിളിച്ചേ. സാറിന് മാറ്റി വിളിയടാ. സാറേ. Finally, it's not neat. Wow. He just knows so well how to get free food and alcohol, huh? Out of situations. വേണ്ട ഓർമ്മടി അടി. വേണ്ട സാറേ, വേണ്ട. ഓർമ്മടി. അല്ല സാറേ, വേണ്ട ഏട്ടാ. Like water. അടിച്ചോ? അരുണേ, എന്താ സാറേ? എൻ്റെ കാര്യങ്ങളൊക്കെ ഈ പെണ്ണിൻ്റെ വീട്ടുകാരോട് പറയാതിരുന്ന എനിക്കെന്താ ഗുണം? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഒരു പെണ്ണിൻ്റെ ഭാവി പോകുന്ന കേസാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തെന്നോടെ സാറേ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മനസാക്ഷി അനുവദിക്കത്തില്ല. ഹലോ. അണ്ണാ, ഷാർപ്പ് 9 മണി. ഞാൻ ഇവിടെ പാലാരോട്ടം പാലത്തിന്റെ തൊട്ടടുത്തുണ്ട്. എപ്പോഴാ വരുന്നത്? ഞാൻ വരാടാ. അണ്ണാ, ചേട്ടൻ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അമ്പനും ഇല്ല വില്ലിനും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുക. എന്തുവാടാ നിൻ്റെ ചേട്ടൻ്റെ പ്രശ്നം? അയ്യോ, പറഞ്ഞൊക്കെ മറന്നുപോയോ? അതെ, വീടിന്റെ വസ്തു പാർട്ടിഷൻ വെച്ചില്ലായിരുന്നോ? അപ്പൊ ഈ അപ്പാപ്പന്റെ കുഴിമാടത്തിന്റെ മേളിൽ കൂടെ പാർട്ടിഷൻ പോയത്. അപ്പൊ അപ്പാപ്പന്റെ തലയിരിക്കുന്ന ഭാഗം എനിക്കാ കിട്ടിയത്. ഇപ്പൊ ചേട്ടൻ പറയാ ചേട്ടന് പണം വേണമെന്ന്. തല ചേട്ടന് കൊടുത്താൽ പറ്റേ? അപ്പാപ്പ മരിച്ചിട്ട് 10-15 കൊല്ലായില്ലേ? എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം. എടാ, അതാ ഞാൻ ചോദിച്ച, തല ചേട്ടന് കൊടുത്തിട്ട് ബാക്കി നീ എടുത്ത പ്രശ്നം തീർന്നില്ലേ? ചേട്ടൻ ഇപ്പൊ പറയാ കിഴക്ക് ഭാഗത്ത് വീട് വെച്ചാൽ കൊലം മുടിഞ്ഞു പോകുന്നു. കുലത്തിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഞാനും എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പടമായി. നീ ഒരു കാര്യം ചെയ്ത് നീ അവിടെ നിൽക്ക്. ഇവിടെ ഒരു റിപ്പോർട്ട് കൊടുക്കാനുണ്ട്, അത് കഴിഞ്ഞ് ഞാനങ്ങ് വരാം. അണ്ണാ, ഞാൻ ഒരു 10 മണി വരെ വെയിറ്റ് ചെയ്യാം. ഷാർപ്പ്. ചേട്ടാ, ഒരു ഷവർമ്മ ഇവിടെ.
ഓ അപ്പം നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? കമ്പിവേലി? കമ്പിവേലി ഫോണിലാണ് സാറ് പറഞ്ഞത്. ആതിരയുടെ കാര്യമാണ്. ആ ആതിര, അത് നടക്കൂല. സാറിന് ഒന്ന് കണ്ണടച്ചൂടെ? പറ്റുന്നില്ലടാ. ഞാൻ എന്തായാലും പെണ്ണിൻ്റെ വീട്ടുകാരോട് കാര്യം പറയും. പിന്നെ നീ ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചില്ല, നിനക്ക് 100-ൽ 12 മാർക്കുണ്ട്. സാർ എനിക്ക് കുറച്ച് സമയം എടുത്ത് തരികയാണെങ്കിൽ എൻ്റെ കുറച്ച് നല്ല ഗുണം കൂടി കാണിച്ചു തരാം സാറേ, പ്ലീസ്. നിനക്ക് 2 മണിക്കൂർ സമയം തരും. എനിക്ക് വേറെ പരിപാടികളുണ്ട്. ഒരു അവസരം എടുത്തില്ല സാറേ. സാറേ ഒരു ഒറ്റ അവസരം കൂടെ. He looks like a bechara, this Arun guy. Scared out of his life that he's so important. ആ സാറേ. നീ കമ്പിവേലി പ്രശ്നം കേട്ടില്ലേ? ആ ആ കേട്ടു സാറേ. നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പെണ്ണിനെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരും. ആ തലയുടെ പ്രശ്നമല്ലേ? ആ തലയുടെ തല പ്രശ്നം. പറ്റത്തില്ല പറ. സാറേ ഒരു 7 മിനിറ്റ്. നീ ഒരു 13 മിനിറ്റ് എടുത്തോ. ഓക്കെ. I love this camera, bro. That's cool. അപ്പോൾ ഇതാണ് നിൻ്റെ പ്ലാൻ. അപ്പോൾ ഈ കിടക്കുന്നതാണ് അവൻ്റെ അപ്പാപ്പൻ. ആ ഇതെന്താണ് ചുറ്റൽ? അത് മനസ്സിലായില്ലേ? ഇല്ല. അനിയന് തലയ്ക്ക് പോയ ഭാഗം ചേട്ടൻ്റെ കാലിൽ നമ്മൾ പിടിച്ചെടുക്കും. അപ്പോൾ കുലം മുടിയുന്ന പ്രശ്നം തീർന്നു. കുലവും മുടിയത്തില്ല, തലയും പോകത്തില്ല. കൊള്ളാം, നിനക്കൊരു ഐഡിയ ഒക്കെ ഉണ്ട്. താങ്ക് യു. എന്നാ ബാ വണ്ടി എടുക്ക്, പോവാം. സാറേ നമുക്കതങ്ങ് ഫിനിഷ് ചെയ്താലോ? എൻ്റെ ഓട്ടോ കഴിഞ്ഞ് നീ പോയി അടിച്ചിട്ട് വാ. What? Fully neat? പോകാം സാറേ. ആ കയറിക്കോ. എടാ മെല്ലെ പോയാൽ മതി കേട്ടോ. And then over drive also. After drinking so much. വളരെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്തോളൂ കേട്ടോ. കാരണം നമ്മളെല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ട്. സാറേ സാറൊരു നല്ല മനുഷ്യനാണ്. Really? He is a good soul, but he's highly manipulative. ഡാഷ്ബോർഡിലൊരു സ്കോച്ച് ഇരിപ്പുണ്ട് സാറേ, അടിച്ചാലോ? സ്കോച്ചോ? നീ നമുക്ക് ലോക്കൽ സാധനമൊക്കെ എടുത്ത് തന്നിട്ട് നല്ലതൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കല്ലേ? സാറേ സാറിൽ ഈ ജവാൻ മേടിക്കാൻ പറഞ്ഞത് ഇത് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാ. സാറെടുത്ത് അടിക്കേ. വേണ്ട എൻ്റെ ഓട്ടോ കഴിഞ്ഞു. എന്നാൽ എനിക്കൊരു ചെറുത് ഒഴിക്കോ? നമുക്കൊന്ന് ഓളാക്കാം. ഞാൻ നിനക്കൊഴിച്ചു തരണമെന്നല്ലേ? നീ എന്തുവാ എന്നെ പറ്റി വിചാരിച്ചത്? ഈ പേപ്പറിൽ 4 വരയും വരച്ച് വല്യപ്പൻ്റെ തലയും ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് നിനക്കെന്നെ മണ്ടനാക്കാം. അതോ കള്ളു പിടിപ്പിച്ചിട്ട് എന്നെ അങ്ങ് ഉണ്ടാക്കാം? നീ എൻ്റെ ഡ്രൈവറാണ്. സാറേ നമ്മളൊരു അടുപ്പം വെച്ചെങ്കിൽ ചോദിച്ചാൽ വേറെ നല്ല. What's gonna happen? അടുപ്പം വെച്ച് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആ പെണ്ണിൻ്റെ വീട്ടുകാരെ ഞാൻ വിളിച്ച് പറയട്ടെ നിൻ്റെ കാര്യം നടപടിയാവത്തില്ല. അല്ലേ വേണ്ട, ഞാനേ ഇപ്പം തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ നീ വീണ്ടും അടുപ്പം കാണിക്കും. നമ്പർ What's he gonna do? നീ എങ്ങോട്ടാ ദൂഷിക്കുന്നത്? സാറേ സിഗ്നലിൽ ചെക്കിങ് ഉണ്ടാവും, നമുക്ക് വെണ്ണൽ വഴി പോകാം. ഇതുവഴി എങ്ങനെയാടാ വെണ്ണല പോകുന്നത്? നീ സ്ട്രൈറ്റ് വിടുണ്ടി. അത് പോവാം. പോലീസിനെ ഞാൻ നോക്കിക്കോളാം. വേണ്ട സാറേ. നീ എങ്ങോട്ടായി പോന്നേ? സാറേ സീറ്റ് ബെൽറ്റ് ഇട്ടു. നീ വണ്ടി നിർത്ത്. നീ എങ്ങോട്ടായി പോന്നേ? സാറേ നമുക്ക് മൂന്നാർ പോയി കോലാടിനെ കണ്ടാലോ? എങ്ങനെയുണ്ട്? നീ വെള്ളത്തിലിറക്കല്ലേ? കോലാട്. So he goes crazy after he drinks. That's why he drank the entire thing at one go. He was like, now I'll teach you a lesson, huh? Okay? എടാ നീ വണ്ടി നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാരെ വിളിച്ചാൽ ഇപ്പൊ റിപ്പോർട്ട് കൊടുക്കും. എന്ത് റിപ്പോർട്ട് സാറേ? എടുക്കാം സാറിൻ്റെ അടുത്ത്.
മിസ്റ്റർ അരുൺ, നിന്റെ സംസാരവും ഡ്രൈവിങ്ങും രണ്ടും റോങ് ആവുന്നുണ്ട്. വണ്ടി നിർത്ത്. എൻ്റെ ഡ്രൈവിങ്ങും റോങ് ആവുന്നുണ്ട്. ഡ്രൈവിങ് റോങ് ആണ്, വണ്ടി നിർത്ത്. എന്നാ ഒന്ന് കാണണല്ലോ. Oh. Okay. സാർ നമുക്കൊരു സിഗരറ്റ് വലിച്ചാലോ? ചോര. What is going on? What is going on? ഹലോ, 10 മണി ഷാർപ്പ്. അണ്ണാ ചേട്ടൻ വീട്ടിൽ കിടന്ന് ആപ്പാടെ പ്രശ്നം ഉണ്ടാക്കുക. അണ്ണാ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം. നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലോട്ട് പോക്കോ, ഞാൻ അങ്ങോട്ട് വരാം. അണ്ണാ ലൊക്കേഷൻ അറിയത്തില്ലേ? സഹോദരൻ ഹൈബർ റോഡല്ലേ? അതെ. നീ ഒരു കാര്യം ചെയ്യും, ലൊക്കേഷൻ ആയി. അണ്ണാ ഞാൻ അയച്ചിട്ടേക്കാം. ഓക്കെ ശരി. ഓ ഗ്ലോറി മൈറ്റി ജീസസ്. It's like another version of Surjit I'm seeing, huh? The Surjit is there and this Arun guy is another, it's like another version of him. Huh? Are they both playing each other? Malayalam idiom. No, I don't know what that idiom is. നീ ഒന്നും പറയണ്ട. നീ ജനിച്ചപ്പോ തൊട്ട് തുടങ്ങിയതാണ് ഈ കുടുംബത്ത് കോണ. എന്ത് കോണ? നിന്നെ CBSE വിട്ട് പൈസ കൊടുത്ത് പഠിപ്പിച്ചപ്പോഴേ ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചുണ്ടാക്കി വീടാണത്. വലിയ വരിക്കാശ്ശേരി മനല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എടോ മേളിലത്തെ റൂമും കക്കൂസും ഞാനല്ല ഉണ്ടാക്കി വെച്ചത്. പിന്നെ പുറത്തെ കോഴിക്കൂട്. ആണോ? എന്നാ പൊളിച്ചോണ്ട് പോക്കോടാ നിന്റെ പൊക്കത്തെ റൂമും കക്കൂസും. പൊളിച്ചോണ്ട് പോക്കാ. താനത് പറയും. എടോ താൻ അപ്പാവനെ പറ്റിച്ചല്ലോ ഈ വീട് ഉണ്ടാക്കിയ. അങ്ങനെ താൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ട. ഞാനിവിടെ കയറുകയും ചെയ്യും താമസിക്കുകയും. നീ ഇങ്ങോട്ട് വാ താമസിക്കാൻ. ഈ കോലായി വഴി എങ്ങനെ കയറുന്നതിന് 2 മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. അതിന് ആര് കോലായി വഴി കയറുന്നത്? ഞാൻ നീ ഭൂലോക ഏണിയാണ് കുടുംബത്ത് ജനിച്ച അന്നൊട്ടേ ഏണിയാണ്. അയ്യ എന്നിട്ട് അപ്പാപ്പൻ ചത്തപ്പോ തല എനിക്കല്ലേ കിട്ടി. എടാ അപ്പാപ്പൻ ഈ മടി തല വെച്ചാടാ മരിച്ചേ. അയ്യ അതിനും ഭേദമല്ലോ ട്രെയിനും തല വെച്ച് ആവുന്നത്. അപ്പാപ്പനെ പറ്റി തോന്നിയ ദിവസം പറയണല്ലോ അടിച്ചിട്ട് ചെവിക്കല്ലേ പൊട്ടിക്കും. കുറെ നേരം കോണ കോണ കോണ. എനിക്ക് അപ്പാപ്പന്റെ തല വേണം. അപ്പാപ്പന്റെ തല ഞാൻ എടുത്തോളാം. എനിക്കറിയാം എന്താ ചെയ്യണം. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ എടുത്തോളാം. അമ്മോ അണ്ണാ അങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ട. കരക്കുമില്ല വള്ളത്തിലും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുക. അതാണ് എന്റെ അണ്ണാ പ്ലാൻ റെഡി ഇല്ല. കോമ്പറേഷൻ അല്ല കേട്ടോ. ആ പൊട്ടൽ പറഞ്ഞാൽ മനസ്സിലാവും. ഞാനൊരു അനുനയത്തിന് ഇത് താങ്കളുടെ അനിയനാണ്. എന്റെ കുടുംബകാര്യം പറയാൻ താനാരാണ്? അപ്പാപ്പനാണ് വിഷയത്തിലെ അപ്പാപ്പനെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ. അപ്പാപ്പൻ തന്റെ മാത്രമല്ലല്ലോ. അണ്ണാ പ്രാന്താണ്. അതിലത്തല്ലൊന്നുമല്ലടാ, അപ്പാപ്പന്റെ തലല്ലേ. ഞാൻ പറയുന്ന പോലെ ഭാവം വെച്ചോണോ കേട്ടോടും. ചേട്ടാ എന്തായി? ഞാൻ അന്വേഷിച്ചു ചേട്ടാ, പളുങ്ക് പോലത്തെ പയ്യനാ, ശാന്ത പെങ്ങളുണ്ടായിരുന്നെ കെട്ടിച്ചു കൊടുത്ത. ആണോ? സാമ്പത്തികം ഉണ്ടാ? ഉണ്ട്, വീടുണ്ട്, കാറുണ്ട്, സ്വന്തമായിട്ടൊരു കോഫി ഷോപ്പ് വരെ ഉണ്ട്. ആഹാ, എന്നിട്ട് മോൻ പയ്യനൊക്കെ കണ്ടാ? എൻ്റെ അടുത്ത് എളുപ്പമുണ്ട്, ഞാൻ ഇപ്പൊ കൊടുക്കാം. ഹലോ. ആ അരുൺ മോനെ, എന്തൊക്കെയുണ്ട്? അവന് വല്ലതും പറ്റുമോ നോക്കടാ. കൃഷ്ണ ചേട്ടായി നല്ല വേനുണ്ടോ? ബ്രിട്ടോ
അപ്പാപ്പന്റെ തലഭാഗം നീ തന്നെ എടുത്തു. അതെന്താ ചേട്ടായിക്ക് വീഡിയോ ഒക്കെ ഉണ്ടായി? അതൊന്നുമില്ലടാ, അപ്പാപ്പന് നിന്റെ അടുത്തായിരുന്നു സ്നേഹം. ആ അതെനിക്കറിയാം. All it took is one slap. കോഫി ഷോപ്പിന്റെ പരിപാടിയൊക്കെ തിരക്ക്, പിന്നെ രാത്രിയാണ് ഇൻഫോ പാർക്കിന്റെ കണക്കൊക്കെ നോക്കുന്നതേ. അപ്പൊ ഉറക്കൊന്നുമില്ലേ? എന്നാലും നീ ചേട്ടനതെല്ലാം കൊട്ടേഷൻ വരെ കൊടുത്തല്ലോടാ. അത്രക്ക് മോശം ആളാണോടാ. അയ്യോ തല്ലാനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനി ഏതാണ് അലവലാതി? ആ കാര്യങ്ങളൊക്കെ വീട്ടുകാരായിട്ട് സംസാരിച്ചാൽ മതി. ആ എനിക്ക് ഞാൻ വേണ്ട അണ്ണാ. ഓരോരോ വള്ളിക്കെട്ട് കേസുകൾ. അണ്ണാ ഓ ഒക്ടോബറിലാണെങ്കിലും ഓക്കെയാണ്. അണ്ണാ എന്താ അങ്ങനെ ഗുണ്ടാണോ? നമ്മുടെ ഒരു പയ്യനാ. He's my guy. എന്നാ ശരി ഏട്ടാ, ശരി ശരി. Aww. This is the first time I think somebody hugged him or said thank you. Like showing gratitude. Oh no. I don't want to cry. That was a nice moment. Can I go back? That was really sweet. I want to see that part again. നമ്മുടെ ഒരു പയ്യനാ. That was really, really adorable. ശരി That was a nice scene. I loved how he just went in. That was so nice. That's a good moment. I like. എടോ 10 വർഷമായി ഞങ്ങൾ പ്രേമത്തിലാണ്. എൻ്റെ എല്ലാ കാര്യവും അവൾക്കറിയാം. പിന്നെ അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് അറിയുന്നുണ്ട്. ഞാൻ ഈ ഉടായ്പൊക്കെ കാണിച്ചേ. നിനക്ക് എന്താണ് ചെയ്യണ്ടേ? പറ. ആ ഇവിടെ കുപ്പി വണ്ടിക്കകത്തിരുണ്ടോ? ആ ഡാഷ്ബോർഡിലുണ്ട്. നമസ്കാരം ഭായ്. ഐ എം ബ്രിട്ടോ. അരുൺകുമാർ. അതെ, ഗ്ലാസ് വേണി അകത്തൊന്നും എടുക്കാട്ടോ. അയ്യോ ചേട്ടാ റെസ്റ്റ് ചെയ്തോ, ക്ലാസ് ഞാൻ സെറ്റ് ചെയ്യാം. എന്നാ ശരി ചേട്ടാ സ്കോച്ച് അടിക്കൂലേ? ഓ അടിക്കും. എന്നാ വാ. മോനെ ക്രിസ്റ്റോ, ശരിക്കും നിന്റെ പ്രശ്നം എന്തായിരുന്നു? ഒന്നും പറയണ്ട ചേട്ടായി. ഇന്ന് മാൾട്ടക്ക് പോകാനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതും കൊളായി. എല്ലാവർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് വേണമെന്ന്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ സ്കൂളിൽ പോകാൻ പറ്റും. അതിന് ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മളെന്തൊരു സ്കൂളിൽ പോകുന്നത്? വാട്സപ്പ് പോയി പഠിക്കാമല്ലോ വീട്ടിലിരുന്നു. അപ്പോൾ പിന്നെ ജോലിക്കൊന്നും പോകും. ചേട്ടായി, ഈ ഇംഗ്ലീഷ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. Oh, finally! Fine. I was wondering why they have not done a brand promotion yet of English Cafe. I mean, it says English Cafe, this and this, Insomnia Nights, but okay. That's smart. 9 മണി തൊട്ട് രാത്രി 11 മണി വരെ ഈ ട്യൂട്ടർമാർ ഓൺലൈൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ആർക്കും പഠിക്കാൻ പറ്റുമത്? പിന്നല്ലാതെ ആർക്കും പഠിക്കാം. നമ്മുടെ ഈ ഇംഗ്ലീഷിലുള്ള നോളജിനനുസരിച്ച് 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. 2 മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ. ഇനിയിപ്പോൾ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് 6 മാസം വരെ എടുക്കാം. അതിന് എക്സ്ട്രാ ഫീസും വേണ്ട. അങ്ങനെ കേട്ടോ ഞാൻ പഠിച്ചത്. ഞാൻ ഹാപ്പിയാണ്. എന്നാണ് തപ്പുന്നേ? എൻ്റെ മരുന്ന് കണ്ടോടാ? മരുന്നോ? മരുന്നല്ലേ ഇരിക്കണേ, എടുത്തൊരെണ്ണ അടിക്കി. അതല്ലടാ. എന്തു പറ്റിയടാ? എൻ്റെ ഗുളി കണ്ടോടാ അരുണേ? അണ്ണാ ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. ഞാൻ ഡോക്ടറാടാ. ഡോക്ടറോ? Wait, he's a doctor? ഡോക്ടർ? ഞാൻ ഡോക്ടറാടാ. എന്നാ പൈലറ്റ്? പൈലറ്റ്. ഡോക്ടർ? He's actually a doctor. കളിയാക്കുവാണോടാ? കളിയാക്കണോ നീ? എന്നാ കളിയാക്കണം. അവിടെ എനിക്ക് ഏക്കത്തില്ലടാ. അണ്ണാ അങ്ങനെ ഒരു തമാശ പറഞ്ഞല്ലോ അണ്ണാ. എന്ത് തമാശ? കൊറേ കേട്ടതാടാ തമാശ. എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി. ഓഫ് ഡ്യൂട്ടി ആയിരുന്നു, അടിച്ചിട്ടുണ്ട്. എമർജൻസി ഒന്നും ഒരുത്തിനുമില്ല പോയാൻ. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു, ആള് പോയി. Oh my god. He's a doctor. And he got his license revoked and stuff, or he went into depression because can I go back? Like, dude, I have to see that scene again.
shall we go to the doctor? And when he said, I'm a doctor, we have to see that scene again, guys. ഞാൻ ഡോക്ടറാടാ. Oh ഡോക്ടറോ my god. കമ്പിയിലെ ഇട്ട് ഡോക്ടറോ? ഡോക്ടർ ഞാൻ ഡോക്ടറാടാ. എന്നാ പൈലറ്റ്? Dude, Vishnu has just won my heart with his acting in this episode. ഡോക്ടർ Can you see? He's literally smiling, but the pain is so evident in his eyes. Oh man, love it. കളിയാക്കണോ നീ? This was a great twist, man. He was a doctor. എന്നെ കളിയാക്കണം. അവിടാ എനിക്ക് ഏക്കത്തിലടാ. അണ്ണാ അങ്ങനെ തമാശ പറഞ്ഞല്ലോ അണ്ണാ. എന്ത് തമാശ? കൊറേ കേട്ടതാടാ തമാശ. എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി. ഓഫ് ഡ്യൂട്ടി ആയിരുന്നു, അടിച്ചിട്ടുണ്ട്. എമർജൻസി ഒന്നും ഒരുത്തിനുമില്ല പോയാൻ. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു, ആള് പോയി. പിന്നെ അറിയാമല്ലോ, വാർത്ത, കേസ്, കോടതി, വീട്ടുകാര്, നാട്ടുകാര്, ചോദ്യങ്ങള്, വട്ട് സുർജിത്ത്. Oh man. എനിക്ക് വട്ട് വന്നിട്ടുണ്ടോ? ഈ സ്റ്റാറ്റസിലൊക്കെ ഇടുന്ന ഡിപ്രസ്ഡ്, ഫീലിംഗ് ലോൺലി, അതൊന്നും അല്ലാത്ത നല്ല ഒറിജിനൽ. പിടുത്തം കിട്ടത്തില്ലടാ, ഉറങ്ങാൻ പറ്റത്തില്ലടാ. എൻ്റെ ഗുളി കണ്ടോടാ അവരുടെ. എടാ നമുക്ക് പോയാലോ? സമയം ഇവിടായി. എങ്ങോട്ട് കൂടും? ഇന്ന് ഇവിടെ കിടക്കാം. അണ്ണാ നിങ്ങൾ ഈ വെള്ളം കുടിക്കുക. മരുന്നിൻ്റെ കാര്യമല്ലേ, നമുക്ക് ഡീൽ ചെയ്യാം. ആര്? നീ ഡീൽ ചെയ്യാൻ? ആകെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് സുനിതയ്ക്ക്. കൂടെ നശിക്കുന്നുണ്ടോ? പൊക്കോളാൻ പറ. പോർബന്ദറെങ്കിൽ പോർബന്ദർ. ഉറങ്ങാലോടാ. ഉറങ്ങട്ടാ. Oh man. I don't want to cry. I don't want to cry. കൃഷ്ണ എടാ ആരുടെ ഒഴിയടാ. ഒരെണ്ണം ഒഴിയടാ. അയ്യോ. ഓഹോ. ആ. What? No. You're kidding me. I don't want to see what happens next. I'm sorry. Let me just watch that scene again. Dude, the way he laughs and no wonder you guys told me the finale is going to be like epic. I love it. ഒരെണ്ണം ഒഴിയടാ. It's like the last 10 minutes are too much. Oh man. I really did not expect him to do that. That's Sunita. Finally we see Sunita. ഉറങ്ങിയോടാ? ഇല്ല, ഒന്ന് മയങ്ങി. ഉറങ്ങിയോന്ന്? എടാ എന്ത് വെച്ചടാ, വണ്ടി ഇടിച്ചോ? വണ്ടി ഇടിച്ചോന്നോ? എടാ വേറെ വണ്ടിക്ക് കൊണ്ടുകൊണ്ട് വന്നേ. അതെ. ഇതിപ്പോ എങ്ങോട്ടാടാ? നമ്മളെവിടെ പോന്നേ?
Pondicherry, the union territory of India. യോ പോണ്ടി യെസ് Yo, Pondi. എന്തിന് എന്തിനെന്നോ എടാ എനിക്കൊരാവശ്യം വന്നപ്പോൾ നീ ഉണ്ടായിരുന്നല്ലോ. ഇനി സുനിതയെ നിന്റെ കൈ പിടിച്ചേൽപ്പിച്ചിട്ട് ഞങ്ങൾക്കൊരു തിരിച്ചു പോകും. അത്രേ ഉള്ളൂ. ആ സുനിത ചേച്ചി നമ്മൾ ഇവിടെ ഇരുത്തി. എടാ നീയൊക്കെ ഏതാ? അതിന്റെ ചേട്ടൻ ക്രിസ്റ്റോ, ഇതാരും ബായ്. നീ ഏതാ? ഇത് വിട്ടോ. എടാ സിഗ്നൽ കഴിഞ്ഞാൽ ലെഫ്റ്റ്. ഓക്കെ. എടാ ഇത് ആരെ കെട്ടിക്കാനാണ് പോണ്ടിച്ചേരി പോന്നെ? എടാ നിന്നെ കെട്ടിക്കാൻ പോണ്ടിച്ചേരി അല്ലടാ പോർബന്തർ. ആന്നേ. എടാ 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 പൊട്ട പണ്ട് നിർത്തണ ഗുജറാത്തിലാടാ പോർബന്തർ. ഗുജറാത്തിലാ? ഗുജറാത്തിലോ? ആ ഓ പണിപാളി. Panipali, he said Panipali, right? വിളിച്ചോളൂ പോൾ. Screwed. വിടുവണ്ടി ഗുജറാത്തിലേക്ക്. എടാ 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 വണ്ടി നിർത്തണം. ഭ്രാന്ത് കാണിക്കാതെ വണ്ടി നിർത്തണം. പിടിച്ചോണേ. എന്നെ പിടിച്ചിട്ട് വണ്ടി നിർത്തണം. എടാ ഒന്ന് അടങ്ങിയിരിക്ക്. അടങ്ങിയിരിക്ക് ചേട്ടാ, ഈ വണ്ടി പറയും. Madness continues. Wow, I want to know, what do you guys think? Huh? What would have happened? Like, assume they actually go to Gujarat and then they meet Sunita. What do you think? What do you think would have happened? Huh? Do let me know. Do let me know your thoughts. I loved this finale. Last 10 minutes were just fantastic. So many twists and turns that I completely did not expect. Completely did not expect. Wow. Vishnu has just won my heart with his acting. Beautifully done, very subtle, so nice. And this was the most different episode from the rest. There was a combination of there were so many things that this episode gave us. So many things. Not just an interesting turn of events, but we finally have, like, these are proper closures that we got, where you realize that who was he? He was a doctor. He was a well-to-do person, and then we find out about Sunita. There is a really nice, we have this friendship bonding that has happened, and the way this bond has happened, that these three are gonna, the Christo, Brito, and this guy, Arun, they're gonna stick with him because he really shared something very, very personal. And Arun, because he helped out Arun in a way. So I think Arun is going to be there by his side. So he has found a friend for life. So that's one thing. Then I don't know what's going to happen with Sunita. But now, someone like Arun, who has loved a woman for 10 years, he knows probably that how this separation from Sunita would have hurt Surjit, and he's going to do anything and everything probably. That's what I get the feeling, that Arun is going to help Surjit out. Then it has tackled the problem of depression. It has really, like, given us a glimpse into Surjit's mind, though it has been shown in sort of like a comedy kind of way, but you still see it. So that is why Surjit is so smart. That is why he's so smart. Yes, he's an intelligent dude. Surjit is an intelligent dude. He was always smart. So that's one thing. So, and then also we see that when I talk about him being in depression, you see how much he has endured in those last 5-10 minutes of that climax. Everything that he has endured just because he can't find his medicine, and then he just slowly says, I'm a doctor. And that one laugh by Christo, that guy who was laughing was Christo, right? So, or Brito, I think it was Christo. So the way he laughs, and he just snaps there and doesn't even think twice before just taking the jump. He doesn't know how hurt is going to get and nothing else. So you see the level of madness and the level of pain that he's going through. So that physical pain is probably nothing for him. So those are so many things, man. When he says that dialogue at the end, do you know what is this? What does it feel to be in a state of complete madness? You guys will never know. I have gone through that. So wow.
That was a roller coaster of emotions. The last 10 minutes were a roller coaster of emotions. So yes, loved it. And finally, yes, that finishes the reaction series of Insomnia Nights. Insomnia Nights. And I'm gonna, watch Rock, Paper, Scissors after this. I'll start that because that's another series which has been done fully. And yes, those were the 2 episodes reaction. I don't know how long this video has become, but I hope you have stuck with me till the end and I've enjoyed watching this reaction. Do let me know what were your thoughts after you watched the finale. Please, I would love to read your thoughts. This was really so many unexpected turn of events. I really enjoyed the last episode. So yes, that was my reaction, guys, for today. I hope you've come till the end of the video. And yep, I'll see you soon on my next video. Bye. Nani for watching. Thanks for watching.